അനുഭവസ്ഥൻ എന്ന നിലയിൽ പറയുകയാണ്. ആരും ഇന്നത്തെ കാലത്ത് പണത്തിന്റെ പിന്നാലെ പോകാനൊരു ത്വര കാണിക്കുന്ന അവസ്ഥയുണ്ടാക്കരുത്. അങ്ങനെയായാൽ മനസമാധാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? 2017-20 കാലയളവിൽ വീണ വിജയൻ 1.72 കോടി രൂപ അനധികൃതമായി കൈപ്പറ്റിയെന്ന ആദായനികുതി വകുപ്പ് തർക്കപരിഹാര ബോർഡിന്റെ കണ്ടെത്തലാണ് വലിയ രാഷ്ട്രീയ വിവാദമാകുന്നത്. വിജയനല്ല, മകൾക്കാണ് ഫണ്ട് കിട്ടിയത്. പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം പരിഗണിച്ചാണ് വീണയ്ക്ക് നിയമവിരുദ്ധമായി പണം നൽകിയത് എന്ന പരാമർശത്തിൽ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെക്കുകയാണ് പ്രതിപക്ഷം. പണത്തിന്റെ പിന്നാലെ പോയാൽ മനസമാധാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ അതാണ് യാർത്തിയെ കുറിച്ച് എനിക്ക് ഒന്നുകൂടി ആവർത്തിച്ച് പറയാനുള്ളത്. ആരും വല്ലാതെ പണത്തിന്റെ പിന്നാലെ പോകാനൊരു ത്വര കാണിക്കുന്ന അവസ്ഥയുണ്ടാക്കരുത്. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് 100 കോടിന്റെ ആസ്തി ഉണ്ട്. കുറ്റം ചെയ്യുന്നില്ലേ, ഒരു പ്രശ്നവുമില്ല. എന്തു വന്നാലും അതിനെല്ലാം തല ഉയർത്തി തന്നെ നേരിടാൻ പറ്റും. അല്ലേ? തല താണുപോകും, തനിയെ താണുപോകും. മാസപ്പടി എന്ന ആരോപണം വന്നിട്ട് കഴിഞ്ഞ 6 മാസമായി ഒരു പത്രസമ്മേളനം പോലും നടത്താത്ത ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ശ്രീമാൻ പിണറായി വിജയൻ. മനസമാധാനം വളരെ പ്രധാനമാണെന്ന് കണ്ടോളൂ. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലായിക്കോ. വല്ലാതെ പണത്തിന്റെ പിന്നാലെ പോകാനൊരു ത്വര കാണിക്കുന്ന അവസ്ഥയുണ്ടാക്കരുത്. ഉപമ മാത്രം പറയരുത്, അത് എനിക്കിട്ടാ കൊള്ളുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്കും കമ്പനിക്കുമെതിരെ കേന്ദ്ര സർക്കാർ കേസെടുത്തതിൽ മുഖ്യമന്ത്രിയും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നിങ്ങൾ കുറ്റവാളിയാണ് എന്ന ചിന്ത വന്നാൽ തല താണുപോകും, തനിയെ താണുപോകും.